എല്ലാരും സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ കാണണേ. ഞാൻ അതാണ്ട് ഇവിടെ ചാർമിനാർ എത്തി. അതാണ്ട് അകത്തോട്ട് കയറാൻ പോവാണ്. അകത്തോട്ടുള്ള കാഴ്ചകളെല്ലാം ഞാൻ ഇപ്പൊ കാണിക്കാം. ഇന്ത്യയുടെ ചരിത്ര ഭൂപടത്തിൽ തിളങ്ങി നിൽക്കുന്ന ഹൈദരാബാദിൻ്റെ ഹൃദയത്തുടിപ്പായ ചാർമിനാർ എന്ന അത്ഭുത സ്മാരകത്തിനുള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ഹൈദരാബാദിൽ മൂസി നദിയുടെ കിഴക്കൻ തീരത്താണ് ഈ മഹത്തായ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 1591 കുത്ബ ഷാഹി രാജവംശത്തിലെ 5ാമത്തെ ഭരണാധികാരിയായ സുൽത്താൻ മുഹമ്മദ് കുലി കുത്ബ ഷായാണ് ചാർമിനാർ നിർമ്മിച്ചത്. ചാർമിനാറിൻ്റെ ചരിത്രത്തിൽ 2 കഥകളാണ് പറയുന്നത്. അക്കാലത്തെ നഗരത്തെ വിലച്ച പ്ലഗ് എന്ന് പറയുന്ന കോളറ രോഗം ജനങ്ങൾക്ക് മുക്തി നേടിയതിനു ശേഷം അതിൻ്റെ നന്ദി സൂചകമായി സുൽത്താൻ നിർമ്മിച്ചതാണ് ഈ സ്മാരകം എന്നാണ് ഏറ്റവും പ്രബലമായി ചരിത്രം പറയുന്നത്. എന്നാൽ രണ്ടാമതൊരു കഥയുണ്ട്. സുൽത്താൻ തൻ്റെ പ്രിയ പത്നിയായ പാകമതി രാജ്ഞിയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി നിർമ്മിച്ചുവെന്നും ചരിത്രകാരന്മാർ പറയാറുണ്ട്. ചാർ മിനാർ എന്നീ 2 ഉറുദു വാക്കുകളിൽ നിന്നാണ് ചാർമിനാർ എന്ന പേരുണ്ടായത്. ഇതിനർത്ഥം 4 ഗോപുരങ്ങൾ എന്നാണ്. ഇന്ത്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ ചതുരാകൃതിയിലുള്ള കെട്ടിടത്തിന് 4 വശങ്ങളുണ്ട്. വലിയ കമാനങ്ങളും 4 മൂലകളിൽ ഏകദേശം 48.7 മീറ്റർ ഉയരമുള്ള മനോഹരമായ 4 മിനാരങ്ങളുമുണ്ട്. ഇതിൻ്റെ മുകളിൽ നിലയിൽ 400-ലധികം വർഷം പഴക്കമുള്ള ഒരു മസ്ജിദും സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ നമുക്കങ്ങോട്ട് പ്രവേശനമില്ല. ഗ്രാനൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിൾ എന്നിവ ഉപയോഗിച്ചാണ് അക്കാലത്ത് ഇത് നിർമ്മിച്ചത്. ഇന്ന് ഹൈദരാബാദിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളിലൊന്നായ ചാർമിനാറിന് ചുറ്റുമുള്ള ലാഡ് ബസാർ ഉൾപ്പെടെയുള്ള വിപണികളിൽ ലോകപ്രശസ്തമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും മത സൗഹാർദ്ദവും വിളിച്ചോതുന്നൊരു സ്ഥലം തന്നെയാണിത്. നിങ്ങൾക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. സാധനങ്ങളൊക്കെ വാങ്ങാൻ വളരെ വിലക്കുറവുള്ളൊരു തെരുവ് തന്നെയാണിത്. പക്ഷേ പുതുമയുടെയും പഴമയുടെയും ഒത്തുചേരൽ തന്നെയാണ് ഇവിടെ. നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ വീട്ടിൽ